സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന ആശാ സമരം നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുന്നു ദിവസങ്ങളായി. അവരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി നമ്മുടെ പൊതുബോധം നിലനിർത്തിക്കൊണ്ട് തന്നെ പരിശോധിക്കുന്നുണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. കാരണം നിരാഹാരം കിടക്കുന്നവരുടെ ആരോഗ്യം പരിശോധിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അത് സർക്കാർ നിറവേറ്റുന്നുണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം അവരുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി ഒരു അന്വേഷണവുമില്ല എന്ന് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറയാൻ കാര്യം. ഇനി ഈ സമരത്തിൻ്റെ ഗതി എന്താകുമെന്ന് ഇപ്പോൾ സമരത്തെ പിന്തുണയ്ക്കുന്നവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ സമരത്തെ വിജയിപ്പിക്കാൻ ഒരു ആശാ വർക്കേഴ്സ് സമര സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്, ഒരു ഐക്യദാർഢ്യ സമിതി. ഒട്ടേറെ അംഗങ്ങൾ ഇതിലുണ്ട്. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ CPIM-നെയും പിണറായി സർക്കാരിനെയും എതിർക്കുന്ന ചില അതിബുദ്ധിജീവികളും കടുത്ത ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന വലതുപക്ഷത്തെ സഹായിക്കുന്ന സംഘപരിവാറുമായിട്ട് കൂട്ടുകൂടി നിൽക്കുന്ന ഒരു ഈ സൂസി പോലുള്ളതിൻ്റെ പിന്നയിൽ വേറെ കുറെ ആൾക്കാർ ഇടതുപക്ഷക്കാർ അതിബുദ്ധികളായ ഇടതുപക്ഷക്കാരുണ്ട്. അവരുടെ മേൽനോട്ടത്തിലാണ് ഈ ആശാ വർക്കേഴ്സ് സമര സഹായ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അവർ സ്ഥിരം ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് അവർ ഓൺലൈൻ മീറ്റിംഗ് കൂടി. എല്ലാ ദിവസവും ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നുണ്ട് ഗൂഗിൾ മീറ്റ് വഴി. ഇന്നലെ അവർ ഓഫ്ലൈൻ നേരിട്ടുള്ള മീറ്റിംഗ് ഒരു സംഗമം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. സമരപന്തലിന് തൊട്ടടുത്തൊരു ഹോട്ടലിൽ കുറേ അധികം പേരതിൽ പങ്കെടുത്തു, അവരുടെ പ്രവർത്തകർ പങ്കെടുത്തു. അതിൽ നടന്ന ചർച്ചയുടെ വിലയിരുത്തൽ പിന്നെ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന പ്രധാന കാര്യം, ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇതെങ്ങും എത്തില്ല, ഇത് പരാജയപ്പെടുമെന്ന് സമര സഹായ സമിതി വിലയിരുത്തുന്നു. എന്തുകൊണ്ട്? ഈ സമരത്തിൻ്റെ നേതാക്കളായ സൂസിയാണല്ലോ നയിക്കുന്ന SUCI. അതിൻ്റെ നേതാക്കളായ ഈ പറയുന്ന ഷാജർ ഖാനും സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ ഭാരവാഹി SUCIയുടെ ആള് ഷാജർ ഖാൻ്റെ ഭാര്യയായ സമരം നയിക്കുന്ന വനിതയായ മിനിയോടും ഈ സമര സഹായ സമിതിയുടെ പ്രധാന ഭാരവാഹികൾ പലതവണ സംസാരിച്ചപ്പോൾ അവരുടെയൊക്കെ മറുപടി, ഷാജർ ഖാൻ്റെയും മിനിയുടെയൊക്കെ ഒരു മറുപടി, അല്ല SUCIയുടെ ടോൺ എന്ന് പറയുന്നത്, ഈ സമിതിയൊന്നും നമുക്ക് വേണ്ട, സമര സഹായ സമിതിയൊന്നും വേണ്ട, ഞങ്ങൾ സമരം ഞങ്ങളുടെ രീതിയിൽ ചെയ്തോളാം. അപ്പൊ എന്താണ് വിഷയം? ഒരു സമര സഹായ സമിതി അവർക്ക് വേണ്ട. അവരവരുടെ ഇഷ്ടത്തിന് സർക്കാരിനെതിരെ സമരം ചെയ്യും, സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു, കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സമരത്തിന് പിന്നിൽ ഒരു അജണ്ട രാഷ്ട്രീയമുണ്ട്. ആശാവർക്കർമാരുടെ ക്ഷേമമല്ല, മറ്റൊരു അജണ്ടയുണ്ട് എന്ന് ഈ സമര സഹായ സമിതി വരികൾക്കിടയിലൂടെ സമ്മതിക്കുകയാണ്. അപ്പൊ അവർ പറയുന്നു, കേരള സർക്കാരിനെ മാത്രം എതിർത്തിട്ട് കാര്യമില്ല. സമരസമിതിയുടെ തീരുമാനങ്ങളിൽ പറയുന്നതാണ്, കേരള സർക്കാരിനെ മാത്രം എതിർത്തിട്ട് കാര്യമില്ല, കേന്ദ്ര സർക്കാരിനെതിരെയും നിലപാട് സ്വീകരിക്കണം. കാരണം ഇത് കേന്ദ്ര പദ്ധതിയാണ്. തൊഴിൽ നയം കൊണ്ടുവന്നിട്ട് ഇവരെ തൊഴിലാളികളാക്കണം. അവരെ ഇപ്പോൾ വാളണ്ടിയേഴ്സാക്കി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ സമരക്കാർക്ക് അതും വേണ്ട. സമരക്കാർക്ക് ഷാജർ ഖാനും മിനിക്കും ഒക്കെ വോളണ്ടിയേഴ്സായിട്ട് തന്നെ തുടർന്നാൽ മതി, തൊഴിലാളികളായിട്ട് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതും ദുരൂഹമാണ്, സംശയാസ്പദമാണ്. അപ്പൊ ഇന്നലെ ഈ പറയുന്ന ആശാ വർക്കേഴ്സ് സമര സഹായ സമിതി തീരുമാനിച്ചത്, നിലവിലെ സമരത്തോട് അവർക്ക് യോജിപ്പില്ല, ഈ സമരം ഇങ്ങനെ പോയാൽ ഇത് വിജയിക്കില്ല എന്ന് അവർ വിലയിരുത്തുന്നു. എന്നിട്ട് അവർ തീരുമാനിച്ചത് തൽക്കാലം ഒരു എതിർപ്പിന് പോവേണ്ട. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നു തീരുമാനങ്ങളിൽ: 1, നിലവിലെ സമരത്തിന് പിന്തുണ നൽകുക; 2, കേരള സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുക; 3, കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുക. അപ്പൊ കേന്ദ്രത്തിനെതിരെയും സമരം ചെയ്യേണ്ടി വരുമെന്നാണ് സമര സഹായ സമിതി പറയുന്നത്. 4, കേന്ദ്ര സർക്കാരിന് തൊഴിലാളി വിരുദ്ധ വിഷയങ്ങളിലെ സമീപനത്തിനെതിരെയുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുക. അപ്പോഴതും SUCIയുടെ ആശാസമരത്തിന് സ്വീകാര്യമല്ല. നുണകളിൽ കെട്ടിപ്പൊക്കിയ ഏതെങ്കിലും സമരം വിജയിക്കുമോ? എന്താണ് നുണകൾ? എണ്ണി ലെഫ്റ്റ് വോയിസ് പറയാം. സമരത്തിന്റെ തുടക്കം മുതൽ പറയുന്ന നുണകൾ, ഓരോ നുണകളെയും നമ്മൾ എങ്ങനെ പൊളിച്ചെടുക്കുന്നു എന്നുള്ളത്. നുണകൾ പറയാം. 1, അതായത് SUCI പറയുന്ന നുണ 1, മന്ത്രി വീണയുടെ വീട്ടിൽ ചെന്നപ്പോൾ വീണയുടെ ഭർത്താവ് ഇറക്കി വിട്ടു. സത്യം എന്താണ്? മന്ത്രി വീണ ജോർജിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് അവിടെ ഇല്ല. ഭർത്താവ് അവിടെ സ്ഥിര താമസമില്ല, അയാളുടെ നാട്ടിലാണ്. അപ്പോ ഭർത്താവ് ഇറക്കി വിട്ടു എന്ന് പറയുന്നത് ശുദ്ധ നുണയല്ലേ? നമ്പർ 1 നുണ. അത് പൊളിഞ്ഞു. 2,
സുരേഷ് ഗോപിയെ വീട്ടിൽ പോയി ക്ഷണിച്ചു വരുത്തി. ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപിയെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, അല്ലാതെ വന്നതാണെന്നാണ്. അവസാനം സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ശുദ്ധ മനസ്സിൽ വിളിച്ചു പറഞ്ഞു, ക്യാമറയിൽ പറഞ്ഞു, പിന്നീട് ചാനലുകാരോട് പറഞ്ഞ് എന്നെ വന്ന് വിളിച്ചിട്ടാണ് ഞാൻ പോയത്, തിരക്കായിരുന്നു, എന്നിട്ട് എന്നെ വന്ന് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ അത് പറഞ്ഞപ്പം മിനി കിടന്ന് ഉരുണ്ടു. അത് ഞാൻ നേരിട്ട് പോയി വിളിച്ചില്ല, അപ്പം നിങ്ങളുടെ ആൾക്കാർ പോയി വിളിച്ചല്ലോ, SUCIയുടെ വിളിച്ചു കാണും. നുണ രണ്ട് പൊളിഞ്ഞല്ലോ. നുണകളിൽ കെട്ടിപ്പൊക്കിയ സമരമാണിത്. 3, ആശമാരുടെ സന്നദ്ധ സേവനം അത് മാറ്റി നിർബന്ധിത സേവനമാക്കി കേരള സർക്കാർ, പിണറായി സർക്കാർ ഉത്തരവിറക്കിയത്രേ. നുണ 3. ഗവൺമെന്റ് ഇതുവരെ പിണറായി സർക്കാർ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി കാണിക്കട്ടെ മിനിയും ഷാജിർ ഖാനും മറ്റു നേതാക്കളും, എന്നിട്ട് പറയട്ടെ ഇതാണ് ഉത്തരവ്. മറ്റേ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടി പറയുന്ന പോലെ ആയിപ്പോയി. ഇതാ തെളിവ് രേഖ, ഇതാണ് ആ രേഖ. അത് നുണ 3 പൊളിച്ചടുക്കി. 4, പ്രകടന പത്രിക വിഷയം. ചാനലിന്റെ ചർച്ചയിൽ വന്നിരുന്നിട്ട് മിനിയെ പോലുള്ളവർ പറയുകയാണ്, അതായത് പ്രളയം വന്ന് കോവിഡ് വന്നതിന് ശേഷം 2020 കോവിഡും വന്ന് അതിനുശേഷം ആശാവർക്കർമാരുടെ ആ സേവന സന്നദ്ധതയും ആത്മാർത്ഥതയും കണ്ടിട്ടാണ് 2021 LDF പ്രകടന പത്രികയിൽ ആശാവർക്കർമാരുടെ സേവനം മെച്ചപ്പെടുത്തുന്നു കുറിച്ചു വെച്ചത്. അതിനുമ്പ് ഒരു പ്രകടന പത്രികയിലും LDF ഒന്നും പറഞ്ഞിട്ടില്ല. നുണ. അതും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പൊളിച്ചെടുക്കി. 2016 ഇടതുപക്ഷ പ്രകടന പത്രികയിൽ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയിട്ട് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന തൊട്ടുമാറുന്ന ഇലക്ഷനിലെ പ്രകടന പത്രികയിൽ തന്നെ 577 നമ്പറായിട്ട് ആശാവർക്കർമാരുടെ ഉൾപ്പെടെയുള്ള അംഗനവാടി ടീച്ചർമാർ ഉൾപ്പെടെയുള്ള പാചകത്തൊഴിലാളികൾ ഇവരുടെ എല്ലാം ക്ഷേമം ഉറപ്പാക്കി നടപടികൾ സ്വീകരിക്കും എന്ന് 2016 പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പം 4ാമത്തെ നുണയും പൊളിച്ചടുക്കിയില്ലേ. ഇനി കേന്ദ്രം പൈസയെല്ലാം തന്നു എന്നാണ് നിലപാട്. കേന്ദ്രം കഴിഞ്ഞ വർഷത്തെ വിഹിതം കുടിശ്ശിക 120 കോടി രൂപ തരാനുണ്ട്. ഓണറേറിയം കേരള സർക്കാർ കൂട്ടിക്കൂട്ടി 1000 നിന്ന് 7000 ആക്കിയല്ലോ 7-8 വർഷം കൊണ്ട്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിട്ട് കൊടുത്തുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ എന്താണ്, ആശാവർക്കർമാരുടെ എല്ലാം കേന്ദ്രം കൊടുത്തിട്ടുണ്ട്, അത് കേരളം വിതരണം ചെയ്യണം, ഇനി കൂടുതൽ വേണമെങ്കിൽ ഞാൻ ഇടപെട്ട് ശരിയാക്കി തരാം. എത്ര സത്യവിരുദ്ധമായ പ്രസ്താവനയാണ് ഒരു BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ക്യാമറയിൽ എഴുന്നള്ളിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് സ്വാധീനമുണ്ടല്ലോ നരേന്ദ്രമോദി സർക്കാരിൽ, വേണേ ഇനി പണം ഞാൻ സംഘടിപ്പിച്ചിട്ട് തരാം. സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന ലാഘവത്തോട് പറയുകയാണ്, എല്ലാം കൊടുത്തല്ല ഇതുവരെയുള്ളത്, അത് സർക്കാർ വിതരണം ചെയ്യണ്ടേ പിണറായി സർക്കാർ, ബാക്കി ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് എപ്പോൾ വേണം ഞാൻ മീഡിയേറ്റ് ചെയ്യാൻ, ഞാൻ തരാം, പൈസ ഞാൻ ഉണ്ടാക്കിത്തരാം. ഇത്ര ഉളുപ്പില്ലാതെ നുണ പറയുക ഒരു സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ പുതിയ അധ്യക്ഷൻ. താങ്കളുടെ വിശ്വാസ്യത കളയാതിരുന്നാൽ താങ്കൾക്ക് കൊള്ളാം എന്നേ ഞങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരോട് പറയാനുള്ളൂ. കവി K. സച്ചിദാനന്ദൻ, അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിൽ പ്രധാനപ്പെട്ട സാഹിത്യ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുകയും പദവികൾ വഹിക്കുകയും ചെയ്തു. അതും നമുക്കറിയാം. അദ്ദേഹമാണ് ഇന്നലെ ജനസഭ, ആശാവർക്കർ സമരത്തിന്റെ സെക്രട്ടേറിയറ്റിലെ ജനസഭ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടാവാം അദ്ദേഹം നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യാത്തത്. ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള ആ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത്, പ്രസംഗത്തിൽ പറയുന്നത്, ഈ സമരം ന്യായമാണ്, ആശാവർക്കർമാർക്ക് കൂടുതൽ വരുമാനം കിട്ടണം. സത്യമാണ്. കേരള സർക്കാരിന്റെ നിലപാട് എന്താണ്? ആശാവർക്കർമാർക്ക് ഈ 6000 വർദ്ധിപ്പിച്ച ഈ LDF സർക്കാർ തന്നെ പറയുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ആകെ 1000 രൂപയല്ലേ കൊടുത്തുള്ളൂ, അത് 6000 കൂടെ കൂട്ടി 7000 ആക്കിയല്ലോ. ഇനിയും കൂട്ടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് പക്ഷേ നമുക്ക് സാമ്പത്തികം വരുന്നതനുസരിച്ച് അത് നടപ്പാക്കും എന്നാണ് കേരള സർക്കാരിന്റെ നിലപാട്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് 120 കോടി രൂപ ഇമ്മീഡിയറ്റ് കിട്ടാനുണ്ടല്ലോ. അത് കിട്ടിയാൽ തന്നെ ഓണറേറിയത്തിൽ ഒരു ചെറിയ വർധന പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. അതിന് സമീപനം വേണം. ഞങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളെ തൊഴിലാളികളാക്കണ്ട, ഞങ്ങൾക്കിത് മതി, കേരള സർക്കാർ കൂട്ടി തരണം എന്ന് പറഞ്ഞാൽ ആ സമരം ന്യായമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. സമവായം വേണം. അപ്പൊ K. സച്ചിദാനന്ദൻ എന്താ പറയുന്നത്? അദ്ദേഹത്തിന് വിവരം കൊടുത്ത ആരാണ്? അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നു, ഓൺലൈൻ ഉദ്ഘാടനത്തിൽ പറയുന്നു,
ഈ ആശാ വർക്കർമാരുടെ ഒപ്പമാണ് ഞങ്ങൾ. അവരുടെ വേദനകൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. നമ്മളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ആരെ ആക്ഷേപിക്കുന്നത്? ആശാ വർക്കർമാരെ ആക്ഷേപിക്കുന്നുണ്ടോ? ഈ സമരത്തെ രാഷ്ട്രീയവൽക്കരിച്ച് അജണ്ട സെറ്റ് ചെയ്ത് തകിടം മറിച്ച SUC അടക്കമുള്ള ഇതിന്റെ പിന്നണിക്കാരെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് രാഷ്ട്രീയ സമരമാണ്, ഇത് വേദന കണ്ടിട്ട് നടത്തുന്ന സമരമല്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. വേദനയൊക്കെ സർക്കാരും കാണുന്നുണ്ട്. അല്ലെങ്കിൽ 6000 രൂപ കൂട്ടി കൊടുക്കില്ലല്ലോ ഇത്രയും നാളുകൊണ്ട് ഒരു ഗവൺമെന്റ്. അത് ചെറിയ തുകയല്ലല്ലോ. 7,000 ആക്കിയത് ചെറിയ കാര്യമാണോ? അപ്പൊ ഇനി അത് കൂട്ടി കൊടുക്കണം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാതെയാണോ ഒരു സച്ചിദാനന്ദനെ പോലുള്ള ഒരാള് ജനസഭ ഉദ്ഘാടനം ചെയ്യേണ്ടത്? ഞങ്ങൾ ആര് അന്യായം പറഞ്ഞാലും ഞങ്ങളത് പറയും. അദ്ദേഹം പറഞ്ഞു, സംസ്ഥാന സർക്കാർ അവരുമായിട്ട് ചർച്ച നടത്തണം. അവരെ ചർച്ചയ്ക്ക് വിളിക്കാത്തതും സംസാരിക്കാത്തതും തീരെ ശരിയല്ല. ഈ K സച്ചിദാനന്ദൻ അദ്ദേഹം ഇവിടെ അല്ലേ, ഈ ലോകത്തല്ലേ? ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥലത്തിൽ ചർച്ച നടന്നു, അത് പരാജയപ്പെട്ടു. പിന്നെ മന്ത്രിതലത്തിൽ ചർച്ച നടന്നു, അതും പരാജയപ്പെട്ടു. പിന്നെ നിരാഹാര സമരത്തിലേക്ക് പോകുമ്പോൾ മന്ത്രി വീണ്ടും വിളിച്ച് ചർച്ച നടത്തി, അതും പരാജയപ്പെട്ടു. പക്ഷേ ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 2 എന്നുള്ള സമരക്കാരുടെ നേതാക്കളുടെ സമീപനം, ഈ SUC അജണ്ട, അതാ പറഞ്ഞ ഈ സമരം അജണ്ടാ സമരമാണ്, പിണറായി സർക്കാരിനെ താഴെയിറക്കാനുള്ള സമരമാണ്, അല്ലാതെ ആശാവർക്കർമാരുടെ ക്ഷേമമൊന്നുമല്ല എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന ഇത്രയും തെളിവുകൾ വെച്ചിട്ടാണ്. നുണ പറഞ്ഞൊരു സമരത്തെ കൊണ്ടുപോയിട്ട് മറ്റൊരു 2ാം വിമോചന സമരമാക്കി കളയാമെന്ന് വ്യാമോഹിക്കുന്ന ആ ഒരു അജണ്ട രാഷ്ട്രീയത്തെ എതിർക്കപ്പെടേണ്ടതുണ്ട്. ഇവരെ സഹായിക്കാൻ വന്നവരെ തന്നെ ഇവർ അകറ്റി നിർത്തുകയാണ്. ആര്? ഈ പറയുന്ന ആശാ വർക്കേഴ്സ് സമര സഹായ സമിതിയെ പോലും അടുപ്പിക്കുന്നില്ല. അപ്പൊ ഇതിന് പിന്നിൽ വേറെ ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം നീണ്ടുപോവില്ല, ഇത് സ്വയം എരിഞ്ഞടങ്ങും എന്ന് സമരസഹായ സമിതി പറയേണ്ടി വരുന്നത്. കാരണം നുണകളിൽ കെട്ടിപ്പൊക്കിയ ഈ സമരം ഒരു സമരവും വിജയിക്കുന്നില്ല. അതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അത്രയും